ശ്രീ സജി മാർക്കോസ്, ഇപ്പോൾ കെ ടി തോമസ് നോക്കൂ, ഈ നമ്മൾ കഴിഞ്ഞ 10-12 വർഷം മുമ്പുള്ള നിയമപ്രക്രിയയുടെ ഭാഗമായി രൂപീകരിക്കപ്പെട്ട സമിതിയെക്കുറിച്ചൊക്കെ ഒരുപാട് ചർച്ച ചെയ്തതാണ്. കെ ടി തോമസിന് പകരം വേറൊരാളായിരുന്നു എങ്കിൽ ഈ കേസ്, അതായത് അന്ന് ഡീകമ്മീഷൻ ചെയ്യണം എന്നുള്ളതായിരുന്നില്ല കേസ്, മറിച്ച് ജലനിരപ്പ് ഉയർത്തണോ വേണ്ടയോ എന്നുള്ളതായിരുന്നു. ഒരുപക്ഷെ ഇനി സുപ്രീം കോടതിയിലേക്ക് പോയാൽ ഇതിന്റെ 152 അടിയിലേക്കും ഉയർത്താനുള്ള സാധ്യത അവിടെ ബാക്കിയുണ്ട് എന്ന പ്രശ്നം വേറെ കിടക്കുന്നു. അപ്പോൾ കെ ടി തോമസ് അല്ല മറ്റൊരാളായിരുന്നുവെങ്കിൽ ഈ കേസിന്റെ ഗതി മറ്റൊന്നാകുമായിരുന്നു. യഥാർത്ഥത്തിൽ നമ്മൾ വളരെ വൈകാരികമായും അതുപോലെ തന്നെ റൊമാൻറ്റിക്കായും ഒക്കെ ഈ വിഷയങ്ങളെ കൈകാര്യം ചെയ്യുന്നത് കൊണ്ട് ആത്യന്തികമായി കേരളത്തിന് ഗുണമാണോ ദോഷമാണോ? ഒരു ഗുണവും ഉണ്ടാകില്ലെന്ന് മാത്രമല്ല, ദോഷം ഉണ്ടാകുകയും ചെയ്യും. നമ്മൾ ഒന്നാമത് വ്യക്തികൾക്കെതിരെയുള്ള കഴിയുമെങ്കിൽ ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ പറയുന്നതിൽ പിന്മാറുകയാണ് വേണ്ടത്. അവിടെ മറ്റൊരാളായിരുന്നാലും അവിടെ വ്യക്തിക്കല്ല പ്രാധാന്യം, അവിടെ സമർപ്പിക്കപ്പെടുന്ന രേഖകൾക്കാണ് പ്രാധാന്യം. അത് ഇപ്പൊ എല്ലാവരും റൂർക്കി IIT കുറിച്ച് പറഞ്ഞു. റൂർക്കി IITയുടെ റിപ്പോർട്ട് ഒരു കാരണവശാലും സുപ്രീം കോടതി പരിഗണിക്കില്ല. കാരണം അതിനെ നമ്മൾ ഏകപക്ഷീയമായിട്ട് നമ്മൾ നിയമിച്ച ഒരു സമിതിയാണ്. അതിനെ തമിഴ്നാട് എതിർത്തിരിക്കുന്നു. തമിഴ്നാട് റിപ്പോർട്ട് കൊണ്ടെന്ന് നമ്മൾ സമ്മതിക്കുമോ? അപ്പൊ ആ സ്ഥിതിക്ക് അത്തരത്തിലുള്ള കാര്യങ്ങളോടൊന്നും ഇനി പുറകോട്ട് പോയിട്ട് കാര്യമില്ല. നമുക്ക് ഇനി എന്ത് ചെയ്യാം, മുമ്പോട്ട് എങ്ങനെ പോകാന്നുള്ളതിനെ കുറിച്ച് മാത്രം ചിന്തിച്ചേ കാര്യമുള്ളൂ. അല്ലാതെ വൈകാര്യമായിട്ട് സംസാരിക്കുക, റൊമാൻറ്റിസൈസ് ചെയ്ത് പറയുക, ഇല്ലാത്ത കണക്കുകൾ പറയുക, എനിക്ക് തോന്നിയിരുന്ന രീതിയിൽ കാര്യങ്ങൾ പറയുക എന്നുണ്ടെങ്കിൽ ഇപ്പൊ ഇദ്ദേഹം പറഞ്ഞത് എനിക്ക് ഒരു തരത്തിലും യോജിപ്പുള്ള ഒരു കാര്യമല്ല. മിസ്റ്റർ അഡ്വക്കേറ്റ് റസൽ ജോയ് പറഞ്ഞത് 6 വർഷം കഴിഞ്ഞിട്ട് വീണ്ടും സൈക്ലിക്കലായിട്ട് ഈ ഭൂകമ്പം വീണ്ടും വരുമെന്ന്. ഭൂകമ്പം പ്രവചിക്കാനുള്ള സംവിധാനം ലോകത്തിൽ ഒരിടത്തും ഇല്ല ഇന്ന്. അങ്ങനെ പ്രവചിക്കാനും പറ്റില്ല. അപ്പൊ 6 വർഷത്തിന് ശേഷം ഇത് വരുമെന്ന് ഏത് അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ പറയുന്നത്? ഈ പറയുന്നത് കേൾക്കുന്ന മനുഷ്യരുടെ ഉള്ളിൽ വരുന്ന ഭീതി എന്തായിരിക്കും? എന്ത് ശാസ്ത്രീയത അടിസ്ഥാനത്തിലാണ് പറഞ്ഞത്? ഏതെങ്കിലും സീസ്മോളജിക്കൽ നെറ്റ്വർക്ക് ഇന്ത്യയിൽ ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള രാജ്യമാണ്. നമുക്ക് 115ഓളം സീസ്മോളജിക്കൽ ലബോറട്ടറികളുണ്ട്. സ്വാതന്ത്ര്യത്തിന് മുമ്പുള്ള നമ്മുടെ ലബോറട്ടറിയാണ് കൊടൈക്കനാലുള്ളത്. 1931 സ്ഥാപിച്ചത്. നമുക്ക് തിരുവനന്തപുരത്തുണ്ട്. 24 മണിക്കൂർ മണ്ണിനുള്ളിൽ വരുന്ന ഏറ്റവും ചെറിയ തരംഗങ്ങളെ പോലും നിരീക്ഷിക്കുന്ന സംവിധാനം ഇന്ത്യയിലുണ്ട്. അത് ഇന്ത്യയിൽ മാത്രമല്ല, ലോകത്തിൽ എവിടെ നടക്കുന്ന ഇത്തരം ചെറിയ ചലനങ്ങൾ പോലും നമുക്ക് നിരീക്ഷിക്കുന്ന സംവിധാനമുണ്ട്. അതിനുശേഷം മാസാമാസം റിപ്പോർട്ടുകൾ ഇറക്കാറുണ്ട്. അതിനൊക്കെയാണ് നമ്മൾ ആധികാരികമായിട്ട് എടുക്കേണ്ടത്. അല്ലാതെ ഏതെങ്കിലും ഒരു ഇൻഡിവിജ്വൽ പറഞ്ഞെന്ന് തന്നെ ഇരിക്കട്ടെ, അതിനെന്തെങ്കിലും ശാസ്ത്രീയ അടിത്തറയുണ്ടോ, അതിനെന്തെങ്കിലും റെക്കോർഡിക്കലായ പിൻബലമുണ്ടോ, അത് വിശ്വസനീയമായ ഏജന്റ് ആണോ അത് പറഞ്ഞത്, ഏജൻസിയാണോ പറഞ്ഞത് എന്നിത്യാദി കാര്യങ്ങളെ കുറിച്ച് ബോധ്യപ്പെട്ടുകൊണ്ട് നമുക്ക് സമൂഹത്തിനിടയിൽ ഇത്രയൊരു വാർത്ത പറഞ്ഞത്. ഇപ്പൊ 6 വർഷത്തിന് ശേഷം വീണ്ടും ഒരു ഭൂകമ്പം ഉണ്ടാവും എന്ന് പറഞ്ഞാൽ ആ പ്രദേശത്തുള്ള മനുഷ്യർ 6 വർഷം കഴിയുമ്പോൾ അവർ ജീവിക്കുന്നത് എങ്ങനെയായിരിക്കും? എന്ത് ഭയത്തോടെ ആയിരിക്കും ജീവിക്കുന്നത്? ഇപ്പൊ തന്നെ ഓൾറെഡി ഇപ്പോൾ വന്നിരിക്കുന്ന കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ എല്ലാ പേരില് പ്രശ്നമുള്ളിടത്തും ഇല്ലാത്തിടത്തും മനുഷ്യൻ ഭയന്നാണ് ജീവിക്കുന്നത്. അതുകൊണ്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ ജനങ്ങളോട് പറയുമ്പോൾ സെൻസേഷന് വേണ്ടിയിട്ട്, കൈയടിക്ക് വേണ്ടിയിട്ട് വെറുപ്പ് ഉൽപ്പാദിപ്പിക്കുന്നതായ ഒരുവിധ വാർത്തകളും പറയാതിരിക്കുക. ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ നമ്മളും തമിഴ്നാടും ഒറ്റ സംസ്ഥാനം എന്ന നിലയിൽ പരിഗണിച്ച് വേണം ഈ പ്രശ്നം മുമ്പോട്ട് പോകാൻ. അല്ലെങ്കിൽ നമുക്ക് ഇത് ഒരു കാലത്തും തീർക്കാൻ പറ്റില്ല. രണ്ടാമത്തെ വഴി എന്ന് പറഞ്ഞാൽ ഒരു സേഫ്റ്റി ഓഡിറ്റ് നടത്തിയിട്ട് ഇത് ദുർബലമാണെന്ന് പറയാം. അങ്ങനെ ദുർബലമാണെന്ന് റിപ്പോർട്ട്, കൺക്ലൂസീവായ റിപ്പോർട്ട് സുപ്രീം കോടതി മുമ്പിൽ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ പ്രശ്നമല്ല, പിന്നെ സുപ്രീം കോടതിയുടെ പ്രശ്നമാണ് പരിഹാരം കാണുക എന്നുള്ളത്. അപ്പൊ അതിന് അടുത്ത പരിഹാരം എന്ന് പറഞ്ഞാൽ ഡാം പൊളിക്കുക എന്നുള്ളതല്ല. സ്ട്രെങ്തനിങ് ആണോ ഇനി അതോ മറ്റെന്തെങ്കിലും ഓൾട്ടർനേറ്റീവ് വേ ആണോ? അതിനും പറയേണ്ട എക്സ്പേർട്ടുകളുണ്ട്. അവരാണ് പറയുന്നത് വെള്ളം തമിഴ്നാട് കൊടുക്കാൻ ഇതാണ് വഴി. അതിനുശേഷമാണ് അവസാനത്തെ ലാസ്റ്റ് റിസോർട്ടാണ് ഡാം പൊളിക്കുക, ഡീകമ്മീഷൻ ചെയ്യാന്ന് പറഞ്ഞാൽ. അപ്പൊ അതിന്റെ മുമ്പ് അതിനു മുമ്പോട്ട് ചാടി വീഴുകയല്ല വേണ്ടത്. നമ്മൾ നമുക്ക് ഏകപക്ഷമായിട്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നുള്ള വ്യക്തമാണ്. നമുക്കിവിടെ ഡാം പണിയാൻ പറ്റില്ല, നമുക്ക് ഡാം പൊളിക്കാൻ പറ്റില്ല, നമുക്കിപ്പോ കയറാൻ പോലും പറ്റില്ല. അവിടെ നമ്മളവിടെ സ്വസ്ഥമായിട്ട് കയറി സഞ്ചരിച്ചുകൊണ്ടിരുന്നതാണ്. പക്ഷെ നമ്മളവിടെ കയറാതാക്കി എങ്ങനെ നമ്മുടെ തമിഴ്നാട് അവിടെ കയറ്റാതാക്കി എങ്ങനെയാണെന്നറിയോ? ഇത്തരത്തിലുള്ള ദുഷ്പ്രചരണം നിമിത്തം നമ്മുടെ ഉള്ളിലും ഉള്ള ആ വിശ്വാസം നഷ്ടപ്പെട്ടു. നമ്മൾ ആ ഡാമിന് ഓരോ ദിവസവും ഏതെങ്കിലും തരത്തിൽ അത് അപകടാവസ്ഥയിലാണെന്ന് പത്രമാധ്യമങ്ങളിലൂടെ കാണിക്കുകയാണെന്നും അവിടെ നമ്മൾ അപകടം വരുത്തുമെന്ന് തോന്നിയ സമയത്താണ് അവരുകൊണ്ട് കയറുന്നത് പറഞ്ഞത്. ഇത് നമ്മുടെ ആളുകൾ സ്വന്തമായിട്ട് സഞ്ചരിച്ചുകൊണ്ടിരുന്ന അവിടുത്തെ കർഷകരൊക്കെ ഇപ്പൊ അവരവിടെ കയറ്റാതായി. ഇനി നമുക്ക് സ്വന്തമായി പരീക്ഷ നടത്താൻ പറ്റൂല. അപ്പൊ കൂട്ടരും അപ്പൊ ഒരു കൺക്ലൂസീവായ ഒരു ടെസ്റ്റ് റിപ്പോർട്ട് ഉണ്ടാക്കാൻ വേണ്ടിയുള്ള സംവിധാനങ്ങൾ എന്താണ് നമ്മൾ ആലോചിക്കുക. അരുൺകുമാർ പറഞ്ഞ ഒരു കാര്യത്തോട് എനിക്ക് ശരിയാണ്. ഒരു ഡാമിന് ഒരു റിപ്പോർട്ട് വന്നതിന് ശേഷം 4 വർഷം അല്ലെ 5 വർഷം കഴിഞ്ഞ് ഓഡിറ്റ് ചെയ്തിട്ട് വേറെ സേഫ്റ്റി ഓഡിറ്റ് നടത്തുന്ന പറഞ്ഞാൽ കേന്ദ്ര സർക്കാരിനെ സംബന്ധിച്ചോളൊന്നുമില്ല. പക്ഷേ നമുക്ക് പറയാൻ ചില വാലിഡായി പോയിട്ടുണ്ട്. ഒന്ന് ഈ കാലാവസ്ഥ വ്യതിയാനം വന്നിട്ടുണ്ട്. നമ്മൾ ശരിക്കും നമ്മുടെ ഇപ്പോഴത്തെ വാലിഡ് പോയിന്റ് ആയിട്ട് എനിക്ക് തോന്നുന്നു. കാരണം അതിവർഷമുണ്ട്, ഒരിക്കലും ഉണ്ടാവാത്ത തരത്തിലുള്ള കാലാവസ്ഥാ പ്രതിഭാസങ്ങൾ കഴിഞ്ഞ 5 വർഷമായി കേരളത്തിൽ നടക്കുന്നുണ്ട്. അതൊരു വാലിഡ് പോയിന്റ് ആക്കി മുൻനിർത്തി ഉന്നയിച്ച് വീണ്ടും ഒരു സേഫ്റ്റി ഓഡിറ്റ് എന്നുള്ള ഒരു കാര്യത്തിലേക്ക് പോകാൻ കഴിഞ്ഞാൽ ഈ മൊമെന്റിൽ പ്രായോഗികമായിട്ടുള്ള ഒരു കാര്യം അതായിരിക്കും.